ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉച്ചക്കത്തെ ഫുഡിന് ശേഷം മധുരം കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ കൂടുതൽ താമസിക്കാണ്ട് റെസിപ്പി എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് അരക്കപ്പോളം നേരിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ബാക്കിയുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ബാക്കിയുള്ള പാലാണ് ഇപ്പോൾ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ പാലിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പാലെടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ 2 ടീസ്പൂൺ കോഫി പൗഡറും കൂടിയുള്ള മിക്സാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വേറൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാനിപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർമൽ മധുരമാണ്. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് 5 ടീസ്പൂണോളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതുപോലെ ഒരു ബൗളിൽ 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീമിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കൂടെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഓട്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റേ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റോ അങ്ങനെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെ മിക്സില്ലേ അതിലേക്ക് നമ്മൾ ഈ ഓരോ ബിസ്ക്കറ്റും ഡിപ്പ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ട്രേയിലോ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ഞാനിവിടെ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലായിട്ട് പകുതി പോർഷന് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇതിൻ്റെ മേലായിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലായിട്ട് നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫൈനൽ ലെയറായിട്ട് ഞാനിതാ കൊക്കോ പൗഡറാണ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഭംഗിക്ക് ഗാർണിഷിങ്ങിനായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഈദൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. പുഡിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Thanks for watching. See you again in another video. Bye.